Hello dear children, welcome to Kids Area Online. Kids Area Online 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ക്ലാസ്, സൂമിൽ ലൈവ് ക്ലാസ്സസ് ആണ്. ഫീ കൊടുത്താണ് പഠിക്കാനുള്ളത്. അതുപോലെ LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് ആയി വരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. വാട്സപ്പ് നമ്പർ 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 1 ഇന്റഗ്രേഷൻ എപ്പിസോഡ് 8 8ാമത്തെ എപ്പിസോഡായി. 7 എപ്പിസോഡ്സും പഠിച്ചായിരുന്നോ? പഠിച്ചു കഴിഞ്ഞായിരുന്നോ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8ാമത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇതിന് മുൻപുള്ള എപ്പിസോഡ്സ് കാണാത്തവർ കിഡ്സ് ഏരിയ ഓൺലൈൻ ചാനലിൽ പോയി പ്ലേലിസ്റ്റിൽ പോയി എല്ലാ എപ്പിസോഡ്സും കാണുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ നോക്കുന്നുണ്ട്. ഓക്കെ, വരികൾ എഴുതി പൂർത്തിയാക്കൂ. വരികൾ എഴുതി പൂർത്തിയാക്കൂ. ഇതെന്താണ്? വട. വട 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 ഉള്ളിവട. വട 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 വട. വേറെന്ത് വട അറിയാം? നിങ്ങൾ പറഞ്ഞേ, എന്ത് വട അറിയാം? ഉഴുന്നുവട അറിയത്തില്ലേ? ഉഴുന്നുവട. യെസ്. അപ്പൊ വട 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 എന്തെഴുതാം? നമുക്ക് ഉഴുന്നുവട എഴുതാം. എന്തെഴുതാം ഇവിടെ? ഉഴുന്നുവട. ഉഴുന്നുവട എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഉഴുന്നുവട. ഓക്കെ. അപ്പൊ വട 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 ഉള്ളിവട. വട 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 ഉഴുന്നുവട. അടുത്ത നമുക്ക് എന്തെഴുതാം? വട 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 പരിപ്പുവട. എന്തെഴുതാം? പരിപ്പുവട. പരിപ്പുവട. അപ്പോ ഏതൊക്കെ വടകളായി? ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പുവട. ഇനി ഒരു വട കൂടി നമുക്ക് എഴുതിയാൽ 4 വരിയും പൂർത്തിയാകും. ഇനി ഏത് വട അറിയാം? മസാല വട അറിയാവോ? മസാല വട. മുളക് വടയുണ്ട്, മസാല വടയുണ്ട്. ഇതൊക്കെ നമുക്ക് എഴുതാം. നമുക്ക് അടുത്ത് മസാല വട എഴുതാം. അപ്പൊ എങ്ങനെ എഴുതുക? താളം ശരിയാകണമെങ്കിൽ മുകളിൽ നൽകിയിട്ടുള്ളത് പോലെ എഴുതണം. വട 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 മസാല വട. മസാല വട. മസാല വട. ഓക്കെ. അപ്പോൾ ഏതൊക്കെ വടകളായി? ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പുവട, മസാല വട. അപ്പോൾ വടകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ വടകൾ എഴുതാം? ഉള്ളിവട എഴുതാം, ഉഴുന്നുവട, പരിപ്പുവട, മസാല വട. ഓക്കെ. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അപ്പം അപ്പം നെയ്യപ്പം, കാക്ക കഴിച്ചു നെയ്യപ്പം. അപ്പം അപ്പം ഇടിയപ്പം, പൂച്ച കഴിച്ചു ഇടിയപ്പം. അപ്പം എന്ന് വരുന്ന വേറെ എന്ത് നിങ്ങൾക്കറിയാം? അത് എഴുതിയാൽ മതി. അപ്പം എന്ന് വരുന്ന വേറെ എന്തറിയാം? അപ്പം 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 അപ്പം. വേറെ എന്തപ്പമുണ്ട്? നൂലപ്പമുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, കുഴലപ്പമുണ്ട്. ഏതിവിടെ എഴുതാം? അപ്പം അപ്പം കുഴലപ്പം എഴുതാം. കുഴലപ്പം. 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 കോഴി കഴിച്ചു കുഴലപ്പം. എന്തെഴുതാം നമുക്കിവിടെ? കോഴി. ഇവിടെ കാക്ക വന്നു, പൂച്ച വന്നു. അപ്പൊ നമുക്ക് എന്തെഴുതാം? കോഴി കഴിച്ചു. കോഴി കഴിച്ചു എന്താ? കുഴലപ്പം. കുഴലപ്പം. ഓക്കെ. ഇവിടെ അപ്പം അപ്പം നെയ്യപ്പം, കാക്ക കഴിച്ചു നെയ്യപ്പം. അപ്പം അപ്പം ഇടിയപ്പം, പൂച്ച കഴിച്ചു ഇടിയപ്പം. അപ്പം അപ്പം കുഴലപ്പം,
കോഴി കഴിച്ചു കുഴലപ്പം. ഇനി വേറെ എന്താ അപ്പം അറിയാം? ഉണ്ണിയപ്പം ഉണ്ട്. വേറെയോ? നൂലപ്പം ഉണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് എന്ത് എഴുതാം? വീണ്ടും എങ്ങനെ എഴുതണം? അപ്പം, അപ്പം, അപ്പം. നൂലപ്പം എഴുതാം. നൂലപ്പം, നൂലപ്പം, നൂലപ്പം. നായ കഴിച്ചു, നായ കഴിച്ചു എന്ന് എഴുതാം. കാക്കയായി, പൂച്ചയായി, കോഴിയായി, അല്ലെങ്കിൽ ഉറുമ്പ് കഴിച്ചു നൂലപ്പം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. നായയോ ഉറുമ്പോ എന്ത് വേണമെങ്കിലും എഴുതാം. ഉറുമ്പ് കഴിച്ചു നൂലപ്പം. ഓക്കേ. അപ്പോൾ ഇതുപോലെ വരികൾ എഴുതാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആദ്യത്തെ വരി നോക്ക്, ഏതൊക്കെ വാക്കുകളാണ് ആവർത്തിച്ച് വരുന്നത് നോക്കുക. അതും ആവർത്തിച്ച് എഴുതുക. ആവർത്തിക്കാത്ത വാക്കുകൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. അപ്പൊ വടകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അപ്പം എന്ന് വരുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പം, അപ്പം, നെയ്യപ്പം. കാക്ക കഴിച്ചു നെയ്യപ്പം. അപ്പം, അപ്പം, ഇടിയപ്പം. പൂച്ച കഴിച്ചു ഇടിയപ്പം. അപ്പം, അപ്പം, കുഴലപ്പം. കോഴി കഴിച്ചു കുഴലപ്പം. അപ്പം, അപ്പം, നൂലപ്പം. ഉറുമ്പ് കഴിച്ചു നൂലപ്പം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ മനസ്സിലായല്ലോ. അപ്പോൾ വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും ഓരോ എപ്പിസോഡ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം. എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് എല്ലാ എപ്പിസോഡ്സും കാണുക. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ചാനൽ പോയി എല്ലാ എപ്പിസോഡ്സും കാണുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.